ശ്രീ ലിജീഷ്, ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം എഴുതുകയാണ് വിവാദം പുറത്തുവിട്ടവർ എന്നുള്ളതായിരുന്നു എക്സൈസ് മന്ത്രി ആദ്യത്തെ ദിവസം പറഞ്ഞത്. ഈ ജാതകം അദ്ദേഹം കാണാത്തതാണോ അതോ യഥാർത്ഥത്തിൽ അതൊക്കെ നേരത്തെ തന്നെ എഴുതി വെച്ചതാണോ? മദ്യനയവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഔദ്യോഗികമായി ഒരു യോഗവും ആരംഭിച്ചിട്ടില്ല. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്നത് എനിക്ക് തോന്നുന്നു ടൂറിസം ഡയറക്ടർ പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണെന്നാണ്. ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ നടക്കുന്ന യോഗമാണ് അവിടെ ചേർന്നിട്ടുള്ളത്. അത് ടൂറിസം ഡയറക്ടർ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ സംഘടനകളെ പ്രതിനിധീകരിച്ച് എല്ലാം പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനകത്ത് വ്യത്യസ്തങ്ങളായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിച്ച ചില വ്യത്യസ്തമായ ആശയങ്ങളും വന്നിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള യോഗം വിളിച്ചു ചേർക്കുന്ന സമയത്ത് ടൂറിസം ഇൻഡസ്ട്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിനകത്ത് പൊതുവെ ഇത്തരത്തിലുള്ള മദ്യനയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവർ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. ഈ പ്രാവശ്യവും ആ രൂപത്തിൽ ഇവർ തന്ന നിവേദനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ചേർന്ന യോഗത്തിലാണ് ആ യോഗം നടന്നിട്ടുള്ളത്. അതാണ് അതുമായി ബന്ധപ്പെട്ട ടൂറിസം ഡയറക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും പറഞ്ഞു മദ്യനയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും ടൂറിസം വകുപ്പും ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന യോഗവുമായി ബന്ധപ്പെട്ട് നൽകിയ അറിയിപ്പിൽ പറയുന്നത് ഇത് മദ്യനയം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗമാണ്, അതിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ചേരുന്ന യോഗം എന്നതുകൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന ഡയറക്ടർ മദ്യ മുതലാളിമാരുമായി ചർച്ച നടത്താറില്ല. ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എക്സൈസ് പോളിസിയുടെ റിന്യൂവലുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേരുന്നത് എന്ന്. അപ്പോൾ എങ്ങനെയാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുന്നത്? അല്ല, ഇതിനകത്ത് ഓരോ ദിവസം ചേരുന്ന യോഗമല്ല മാധു. ഇതിനകത്ത് കൃത്യമായ ഇടവേളകളിൽ ചില സംഘടനകളും മറ്റുമെല്ലാം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് ടൂറിസം ഡയറക്ടർ യോഗം ചേരാറുണ്ട്. കേരളത്തിന്റെ മദ്യനയം ഇടവേളകളിൽ എന്ന് പറയുമ്പോൾ കൃത്യമായ ഇടവേളകളിലാണ് ഓരോ സാമ്പത്തിക വർഷത്തേക്കുമുള്ള മദ്യനയം സംസ്ഥാന സർക്കാർ പുറത്തിറക്കാറ്. ആ ഇടവേളയ്ക്ക് മുന്നോടിയായിട്ട് എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അല്ല, കേരളത്തിലെ മദ്യനയം ചർച്ച ചെയ്യാൻ ഈ പറയുന്ന ടൂറിസം വിഭാഗമായാലും മറ്റ് മന്ത്രിതല സംവിധാനങ്ങളായാലും ഒന്നും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല. ഇതിനകത്ത് കൃത്യമായി ടൂറിസം ഡയറക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വ്യത്യസ്ത സംഘടനകൾ കൊടുക്കുന്ന പരാതിയുടെയും മറ്റുമെല്ലാം അടിസ്ഥാനത്തിൽ അത് കേരള, അതുപോലെ തന്നെ ട്രാവൽ മാർട്ട് സൊസൈറ്റി ഉൾപ്പെടെ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ മാത്രമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഈ യോഗത്തിനകത്ത് നടന്നിട്ടില്ല. ശ്രീ ലിജീഷ്, ഈ പറയുന്ന കുറിപ്പ് അങ്ങ് കണ്ടോ? മാത്രവുമല്ല, ഈ കേരളത്തിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് ശ്രീ ലിജീഷ് ഈ കുറിപ്പ് അങ്ങ് കണ്ടോ? കേരളത്തിന്റെ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ്. ശ്രീ ലിജീഷ് ഈ കുറിപ്പ് അങ്ങ് കണ്ടോ? കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങളായാലും ശ്രീ ലിജീഷ് ആ കുറിപ്പ് വായിക്കാം. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി ഉൾപ്പെടെ കൊടുത്ത അതെ അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. മദ്യവിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന യോഗമായതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അല്ല, ആ പരാതികൾ പരിഹരിക്കുന്നു എന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പോളിസി റിന്യൂവൽ എന്ന് വെച്ചാൽ എന്താണ് ശ്രീ ലിജീഷ്? അതാ ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് യോഗം ചേരുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മളെ ശബ്ദരേഖയിൽ കേട്ടു. അവരുന്നയിച്ച ആശയങ്ങളും പരാതികളും മദ്യനയം പുതുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. ഈ കുറിപ്പ് ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് വേണ്ടി വായിക്കാം. ഐ എം ഫോർവേഡിംഗ് ഹിയർ വിത്ത് ദ ലിങ്ക് ഓഫ് the Zoom meeting scheduled on 21st 5th 2024 2:30 p.m.
presided by the Director, Department of Tourism. ആണല്ലോ അല്ലേ? The subject is the excise policy renewal. ഇനി എന്നെ കൊണ്ടെങ്കിൽ ഇത് വായിപ്പിക്കരുത്. The subject is the excise policy renewal എന്ന് അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ ലിജേഷ്. എക്സൈസ് പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ ചർച്ചയിലേക്കാണ് ക്ഷണിക്കുന്നത്. എക്സൈസ് പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇങ്ങനെയൊരു അറിയിപ്പ് മദ്യ മുതലാളിമാർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്ന് നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയക്കണം കേട്ടോ. സർക്കാരിൻ്റെ നയത്തിന് വ്യതിയാനമായി മദ്യ ഉടമകളുമായി മദ്യ മുതലാളികളുമായി അദ്ദേഹം ഒരു രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ, അത് നിങ്ങൾക്ക് കളങ്കമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയക്കണം. അല്ല, മദ്യ ഉടമകൾ മാത്രമല്ലല്ലോ, അതിൽ പങ്കെടുത്ത ആളെയും കൂടി എങ്ങനെയാണെങ്കിലും അത് നോക്കണ്ടേ? പങ്കെടുത്ത വ്യത്യസ്തമായ സംഘടനകളും പ്രതിനിധികളും അതിൽ ഹൗസ് ബോട്ട് അസോസിയേഷൻ ഉൾപ്പെടെ ഉണ്ടല്ലോ. അവരെ ഈ തരത്തിലുള്ള മദ്യത്തിൻ്റെ നയം തീരുമാനിക്കുന്ന ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതിനകത്ത് നിരവധിയായ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവരൊന്നും ഈ മദ്യനയം തീരുമാനിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളുകളല്ലല്ലോ. ടൂറിസം സ്ഥലങ്ങളിൽ അല്ലല്ല, വിനോദസഞ്ചാര മേഖലകളിൽ മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് മദ്യ മുതലാളികൾക്ക് നിക്ഷിപ്തമായ കൃത്യമായ താല്പര്യമുണ്ട്. ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഏത് സമയത്ത് വിളിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ കുറിവെച്ചിട്ടുണ്ടെന്ന് എന്നത് അവിടെ നിൽക്കട്ടെ. ചർച്ച നടന്നത് ഇവിടുത്തെ എക്സൈസ് പോളിസി റിന്യൂവലിനോടുമായി ബന്ധപ്പെട്ടാണ് എന്ന് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് അല്ല അതെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു പുകമറ സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരളം മുഴുവനും കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അല്ല, കേരള ടൂറിസം ഡയറക്ടർ ഈ പറയുന്ന ആൾ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പിറക്കിയിട്ടുണ്ട്. എന്തിൻ്റെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നതെന്നും ആരൊക്കെയാണ് പങ്കെടുത്തതെന്നും എന്നെല്ലാം കൃത്യമായി അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ഒരു ചർച്ചയും എന്താണ് പറയുന്നത്? ഈ ടൂറിസം ഒരു നിമിഷം, ഈ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പുറത്തിറക്കിയ കുറിപ്പിൽ എന്താണ് പറയുന്നത് ശ്രീ ലിജീഷ്? അതെ, കേരളം ഈ പറയുന്ന ട്രാവൽ മാർട്ട് സൊസൈറ്റി ഉൾപ്പെടെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേരുന്ന യോഗമാണ്. അതിന്റെ കൊടുത്തതാണത്. പല പരാതികൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം, ആ പരാതികൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ പരാതികൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നത് നാട്ടിലെ എക്സൈസ് പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഇത് തത്തയ്ക്ക് ബുദ്ധി ചൊല്ലുന്നത് പോലെ എത്ര തവണയായി ആവർത്തിക്കുന്നു? അല്ല, സമ്മതിക്കുന്നില്ലല്ല, ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ മധു. ഞങ്ങൾ കൃത്യമായി പറയുന്നില്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ മറുപടി ആകുന്നില്ല ശ്രീ ലിജീഷ്. ഔദ്യോഗികമായി ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല. ഇത് അനൌദ്യോഗികമായിരുന്നോ? അനൌദ്യോഗിക ചർച്ചയിൽ ബാർ മുതലാളിമാർക്കും ടൂറിസം വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർക്കും എന്താണ് കാര്യം? അങ്ങനെയാണെങ്കിൽ സർക്കാർ അറിയാതെ, സർക്കാരിന്റെ രാഷ്ട്രീയ ബോധ്യമില്ലാതെ, സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ ഈ പുറത്തു വന്ന സ്ക്രീൻഷോട്ടും വിവരങ്ങളും വ്യാജമാണെന്ന് നിങ്ങൾ പറയണം. അല്ല, ഇത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു വ്യത്യസ്തമായ സംഘടനകളെല്ലാം കൊടുത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ യോഗങ്ങൾ ചേരാറുണ്ട്. അത് ടൂറിസം ഡയറക്ടറും അതുമായി ബന്ധപ്പെട്ടവരാണ് ചേരാറുള്ളത്. അത്തരത്തിലുള്ള യോഗമാണ് ചേർന്നിട്ടുള്ളത്. ആ യോഗം ചേർന്നത് ഇവിടുത്തെ എക്സൈസ് പോളിസി റിന്യൂവലുമായി ബന്ധപ്പെട്ടാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിലിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അച്ചടിപ്പിശകാണോ? എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടല്ല. എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടല്ല. ശരി, ഒരു മനുഷ്യനെ നിഷേധിക്കാൻ കഴിയാവുന്നതിന്റെ പരമാവധി അങ്ങ് ചെയ്തു കഴിഞ്ഞു. ശരി ശ്രീ ലിജീഷ്, അങ്ങ് തുടരണം. ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം.